Dear students, ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ 6th മൊഡ്യൂളിലെ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് ആൻഡ് അഡിറ്റീവ് മാനുഫാക്ചറിംഗ് എന്ന ടോപ്പിക്കാണ്. റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് പറയുന്നതിന് മുമ്പ് എന്താണ് പ്രോട്ടോടൈപ്പ് എന്നറിയണം. അതാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. പ്രോട്ടോടൈപ്പ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് വർക്കിംഗ് മോഡൽ ടെക്നിക്കലി ആൻഡ് വിഷ്വലി കംപ്ലീറ്റ് that is used to confirm that the design meets all the customer requirements and performance criteria. ഓക്കെ, ഡിസൈൻ സ്റ്റേജിൽ ഡിസൈൻ പ്രോസസ്സിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രോട്ടോടൈപ്പ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പോണൻറ്റ് ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തു, അത് ഡിസൈൻ ചെയ്തു, അനലൈസ് ചെയ്തു, അതിന് ശേഷം എന്ത് ചെയ്യും, അതിൻ്റെ ഒരു മോഡൽ കംപ്ലീറ്റ് വർക്കിംഗ് മോഡൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ വർക്കിംഗ് മോഡൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഫിസിക്കലി ഫാബ്രിക്കേറ്റ് ചെയ്യും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, അതിൽ ടെസ്റ്റിംഗ് നടത്തും. അത് ടെസ്റ്റിംഗ് നടത്തിയിട്ട് എല്ലാ കസ്റ്റമർ റിക്വയർമെൻറ്റ്സും അത് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ, അത് മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പോവുള്ളൂ. അല്ലാണ്ട് ഒരു കമ്പോണൻറ്റ് ഡിസൈൻ ചെയ്തിട്ട് അനലൈസ് ചെയ്താലും അത് കംപ്ലീറ്റ് മാസ് പ്രൊഡക്ഷൻ സ്റ്റേജിലോട്ട് പോകില്ല. ഒരു പ്രോട്ടോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് അനലൈസ് ചെയ്യും. അതാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അത് പ്രോട്ടോടൈപ്പ് എന്ന് വെച്ചാൽ ആക്ച്വൽ ഫൈനൽ കമ്പോണൻറ്റ് തന്നെയാണ്. ഓക്കെ, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ അനലൈസ് ചെയ്യും. In engineering design practice, when object is designed, a prototype of object is made for evaluating the design. Traditionally, prototype is made in machine shop using different machine tools. ഒരു കമ്പോണൻ്റ് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക നോർമലി മെഷീൻ ടൂൾസ്, മെഷീൻ ഷോപ്പിൽ ലെയ്ത്ത്, ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, അങ്ങനെയുള്ള ഓരോ കമ്പോണൻസ് ഓരോ മെഷീൻ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ കമ്പോണൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രഡീഷണലി. ദിസ് ഈസ് എ സബ്ട്രാക്റ്റീവ് പ്രോസസ് beginning with a solid piece and materials are removed until desired geometry is achieved. It is a time consuming and expensive process. നമ്മൾ ട്രഡീഷണലി ചെയ്യുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ സബ്ട്രാക്റ്റീവ് ആണ്. സബ്ട്രാക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു സോളിഡ് പീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മെറ്റീരിയൽ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് എന്താണ് ഫൈനൽ സ്റ്റേജിൽ എത്തിക്കും. അത് ട്രഡീഷണൽ പ്രോസസ്സാണ്. അതെന്താണ്, ടൈം കൺസ്യൂമിങ്ങും ആണ്, എക്സ്പെൻസീവും ആണ്. ഇൻ ഓർഡർ ടു ഓവർകം ദ ഡിഫിക്കൽട്ടീസ് ഇൻ ട്രഡീഷണൽ പ്രോട്ടോടൈപ്പിംഗ്, an alternative process called rapid prototyping is developed. ഓക്കെ, പ്രോട്ടോടൈപ്പിങ്ങിലെ ട്രഡീഷണൽ മെത്തേഡ് അത് ടൈം കൺസ്യൂമിങ് എക്സ്പെൻസീവും ആയതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത്. റാപ്പിഡ് എന്ന് വെച്ചാൽ ക്വിക്ക് പ്രോട്ടോടൈപ്പിംഗ്. അടുത്തത് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്. റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ടെക്നിക് യൂസ്ഡ് ടു ക്വിക്ക്ലി ഫാബ്രിക്കേറ്റ് എ പ്രോട്ടോടൈപ്പ് ഓഫ് എൻ ഒബ്ജെക്ട് യൂസിങ് 3-dimensional computer-aided design data. Construction of object is usually done using 3D printing or additive layer manufacturing technology. In rapid prototyping, prototypes are made from 3D CAD data. Using additive approach, the system in rapid prototyping join different material like liquid, powder, etc. to form physical object. ഓക്കെ, റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ക്വിക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നതാണ് 3D കമ്പ്യൂട്ടർ ഡാറ്റയാണ്. ആ 3D കമ്പ്യൂട്ടർ ഡാറ്റ ഉപയോഗിച്ചിട്ട് പുതിയ ടെക്നോളജി 3D പ്രിൻറ്റിങ് അല്ലെങ്കിൽ അഡിറ്റീവ് മാനുഫാക്ചറിങ് പോലെയുള്ള ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് എന്താണ് കമ്പോണൻറ്റ് പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെത്തഡോളജി ഓഫ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്, അത് റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിൽ ഉപയോഗിക്കുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ക്രിയേറ്റിംഗ് CAD മോഡൽ. സെക്കൻഡ് വൺ, കൺവേർട്ടിംഗ് CAD മോഡൽ ടു STL ഫയൽ. അതിനുശേഷം വരുന്നത് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് മെഷീനാണ്. അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് റാപ്പിഡ് പ്രോസസ്സിങ്ങും, അതായത് മോഡൽ വാലിഡേറ്റി ആൻഡ് റിപ്പയർ. സെക്കൻഡ് വൺ, സ്ലൈസിങ്. മെഷീൻ്റെ ഉള്ളിൽ നടക്കുന്ന അടുത്ത പ്രോസസ്സ് പറഞ്ഞാൽ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്, അതായത് ഫാബ്രിക്കേഷനാണ്. അതിനുശേഷം പോസ്റ്റ് പ്രോസസ്സിങ്. ഓരോ പ്രോസസ്സും ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്രിയേറ്റിംഗ് എ CAD മോഡൽ. CAD മോഡൽ എന്ന് വെച്ചാൽ നമ്മളെ ഫൈനൽ കമ്പോണൻറ്റ് അത് ഏതെങ്കിലും ഒരു ഡിസൈൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് 3D മോഡൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ക്രിയേറ്റിംഗ് CAD മോഡൽ എന്ന് പറയുന്നത്. യൂസിങ് ഡിസൈൻ സോഫ്റ്റ്വെയർ എ 3-dimensional മോഡൽ ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ്. ഇവിടെ ഒരു CAD മോഡൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ട്രയാങ്കുലർ ഷേപ്പിലുള്ള CAD മോഡൽ. സെക്കൻഡ് വൺ, ക്രിയേറ്റിംഗ് STL ഫയൽ. The CAD model is tessellated into standard triangulation language. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന CAD അതിനെന്ത് ചെയ്യും, STL എന്ന് പറയുന്ന ഒരു ഫയലിലോട്ട് കൺവേർട്ട് ചെയ്യും. നോർമൽ ഉണ്ടാകുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ആ ഫോർമാറ്റിലായിരിക്കുമല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക.
ഏത് സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്താലും അതിനെ STL ഫയലായിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. STLലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ദ സർഫസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു വെരി സ്മോൾ ട്രയാങ്കുലർ ഫേസസ്. ഒബ്ജക്റ്റിൻ്റെ സർഫസ് ചെറിയ ചെറിയ ട്രയാങ്കുലർ ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. തേർഡ് വൺ, സ്ലൈസിങ് ദി STL ഫയൽ. ദ കൺട്രോൾ സോഫ്റ്റ്വെയർ സ്ലൈസസ് ദ മോഡൽ ഇൻ ടു മെനി തിൻ ലെയേഴ്സ്. ദിസ് ഈസ് required because most rapid prototyping process build up the solid body layer by layer. അടുത്ത എന്താ ചെയ്യുന്നത്? ആ തേർഡ് സ്റ്റേജിൽ എന്താ, ആ CAD മോഡലിനെ തിൻ ലെയേഴ്സായിട്ട് സ്ലൈസ് ചെയ്യും. ഓക്കെ, ഈ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും എന്താണ് സ്ലൈസിങ് എന്നത്. തിൻ ലെയേഴ്സായിട്ട് സ്ലൈസ് ചെയ്യും. ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിൽ ലെയർ ബൈ ലെയർ ആയിട്ട് മാനുഫാക്ചർ ചെയ്യുക. ആദ്യം ബോട്ടം ലെയർ, പിന്നെ നെക്സ്റ്റ് ടോപ്പ് ലെയർ, ആ രീതിയിൽ ലെയർ ബൈ ലെയർ ആയിട്ടാണ് മാനുഫാക്ചർ ചെയ്യുക. അതുകൊണ്ടാണ് എന്ത് അതിനെ തിൻ ലെയേഴ്സായിട്ട് സ്ലൈസ് ചെയ്യുന്നത്. ഫോർത്ത് വൺ, മേക്കിംഗ് പ്രോട്ടോടൈപ്പ്. ദ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് പ്രോസസ് ഈസ് അഡിറ്റീവ്. ദ ഫസ്റ്റ് ലെയർ ഓഫ് ഫിസിക്കൽ മോഡൽ ഈസ് ക്രിയേറ്റഡ്. The model is then lowered by the thickness of next layer and the process is repeated until the completion of model. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത്? ഏറ്റവും ബോട്ടം ലെയർ ആദ്യം ക്രിയേറ്റ് ചെയ്തു. ഇത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്. ജസ്റ്റ് ആ കൺസെപ്റ്റ് മാത്രമാണ് ഇവിടെ പറയുന്നത്. ആദ്യം ആ ബോട്ടം ലെയർ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യും? അതിനെ ഒരു അടുത്ത ലെയറിൻ്റെ തിക്നെസ്സിന് പ്രൊപ്പോർഷണലായിട്ട് ലോവർ ചെയ്യും. ഓക്കെ, അതിനുശേഷം ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്താ അതിൻ്റെ സെക്കൻഡ് ലെയർ പ്രൊഡ്യൂസ് ചെയ്യും. ആ ലെയർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്താണ് ഈ ടേബിളിന് അടുത്ത ലെയറിൻ്റെ തിക്നെസ്സിന് പ്രൊപ്പോർഷണലായിട്ട് ലോവർ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് അഡിറ്റീവായിട്ടാണ് എന്ത് ചെയ്യുന്നത് റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഫൈനൽ കമ്പോണൻറ്റ് കിട്ടും. ഫിഫ്ത്ത് വൺ, പോസ്റ്റ് പ്രോസസ്സിംഗ്. ദ മോഡൽ ആൻഡ് സപ്പോർട്ട്സ് ആർ റിമൂവ്ഡ്. ദ സർഫസ് ഓഫ് മോഡൽ ഈസ് ദെൻ ഫിനിഷ്ഡ് ആൻഡ് ക്ലീൻഡ്. പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ എന്താ ചെയ്യുന്നത്? അതിനുശേഷം ആ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ജസ്റ്റ് അതിൽ നിന്ന് സെറ്റപ്പ് എന്ന് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഫിനിഷിംഗ് ഓപ്പറേഷൻസാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് അഡ്വാൻറ്റേജ് ഓഫ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്. ഫസ്റ്റ് വൺ, ഓൾമോസ്റ്റ് എനി ഷേപ്പ് ഓർ ജോമെട്രി ഫീച്ചർ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. സെക്കൻഡ് വൺ, മെറ്റീരിയൽ വേസ്റ്റേജ് ഈസ് റെഡ്യൂസ്ഡ്. തേർഡ് വൺ, റിഡക്ഷൻ ഇൻ ടൈം ആൻഡ് കോസ്റ്റ് ഫോർ മേക്കിംഗ് പ്രോട്ടോടൈപ്പ്. ഫോർത്ത് വൺ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ്. ഫിഫ്ത്ത് വൺ, എറർ ക്യാൻ ബി ഡിറ്റക്റ്റഡ് അറ്റ് ഏർലി stages. Disadvantages of rapid prototyping. The price of machinery is high. The surface is usually rougher than machined surface. Some material used are brittle. അടുത്തത് അഡിറ്റീവ് മാനുഫാക്ചറിങ്. അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്ന് വെച്ചാൽ ശരിക്കും റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. അഡിറ്റീവ് മാനുഫാക്ചറിങ് ഈസ് ദി പ്രോസസ് ഓഫ് മേക്കിംഗ് three-dimensional object from computer model data by joining material layer by layer under computer control. It involves automatic production of actual parts by the instruction directly fed by CAD data. Methodology involved is the same as that of rapid prototyping. ഓക്കെ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്ന്. ലെയർ ബൈ ലെയർ ആയിട്ട് കമ്പോണ്ട് വേർഡ് പോലെയാണ് ആഡ് ചെയ്ത് പോകും. ലെയർ ബൈ ലെയർ ആയിട്ട് മെറ്റീരിയൽസ് ജോയിൻ ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. അതിന് മെയിൻ റിക്വയർമെൻറ്റ് എന്താണ്? CAD ഡാറ്റയാണ്. ആ CAD ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് അഡിറ്റീവ് മാനുഫാക്ചറിങ് വഴി ഫൈനൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹിയർ ഓൾസോ CAD മോഡൽ ഹാസ് ടു ബി ക്രിയേറ്റഡ് ആൻഡ് STL ഫയൽ ഈസ് ജനറേറ്റഡ് ഫ്രം ഇറ്റ്. ഇറ്റ് ഈസ് ദെൻ സ്ലൈസ്ഡ് ടു വെരി തിൻ ലെയർ ഫോർ ബിൽഡിംഗ് ഓഫ് ഒബ്ജക്റ്റ് യൂസിങ് എനി വൺ ഓഫ് ദ ലെയറിംഗ് ടെക്നോളജി യൂസ്ഡ് ഇൻ അഡിറ്റീവ് മാനുഫാക്ചറിങ്. After the part is built, it is taken out of the machine and post-processing is carried out to get final product. Okay, ഓൾറെഡി നമ്മൾ റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിലാണ് ഡിസ്കസ് ചെയ്ത് ആ സ്റ്റെപ്സ് തന്നെയാണ് അഡിറ്റീവ് മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. അഡിറ്റീവ് മാനുഫാക്ചറിങ്ങിനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ്ഡ് ഫോർ അഡിറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ്സ്. ഏതൊക്കെയാണ് അഡിറ്റീവ് മാനുഫാക്ചറിങ് ഉപയോഗിക്കുന്ന ടെക്നിക്സ്? ജസ്റ്റ് ആ നെയിം മാത്രം മതി. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം BMEയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആവശ്യമില്ല. ജസ്റ്റ് ആ നെയിംസ് പറയാം. ഒന്ന് സ്റ്റീരിയോലിത്തോഗ്രഫി, സെക്കൻഡ് ഫ്യൂസ്ഡ് ഡിപ്പോസിഷൻ മോഡലിംഗ്, തേർഡ് വൺ സെലക്റ്റീവ് ലേസർ സിൻഡറിംഗ്, ഫോർത്ത് വൺ ലാമിനേറ്റഡ് ഒബ്ജക്റ്റ് മാനുഫാക്ചറിംഗ്, ഫിഫ്ത്ത് വൺ ഇലക്ട്രോൺ ബീം അഡിറ്റീവ് മാനുഫാക്ചറിംഗ്, സിക്സ്ത് വൺ ഡിജിറ്റൽ ലൈറ്റ് പ്രോസസ്സിംഗ്. ഓക്കെ, ഇതൊക്കെ ഇത് മാത്രമല്ല ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ജസ്റ്റ് അഡിറ്റീവ് മാനുഫാക്ചറിങ് ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്സാണ് ഈ പറയുന്നത്.
ഓക്കെ, റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്ന് വെച്ചാൽ ആ പ്രോട്ടോടൈപ്പ് മോഡൽ ക്വിക്ക്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത്. അഡിറ്റീവ് മാനുഫാക്ചറിംഗ് എന്ന് വെച്ചാൽ മെറ്റീരിയൽ ലെയർ ബൈ ലെയർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അഡിറ്റീവ് മാനുഫാക്ചറിംഗ്. റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിന് നോർമലി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ശരിക്കും ഈ അഡിറ്റീവ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്.